പോയതിന്റെ വിഷമമാണ്. കരയുന്നുണ്ടോ? അയാൾ കരയുന്നു. അസ്സാം വലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോർച്ചുഗൽ തോറ്റതിൻ്റെ ഒരു വിഷമം അവൻ്റെ മുഖത്തുണ്ടെങ്കിലും അവന് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഓരോ കുട്ടികൾ കരയണ കാണുമ്പോൾ നമുക്കിനി സങ്കടം വരും കേട്ടോ. ഞാൻ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അല്ലേ, ആ ജ്വല്ലറിയുടെ ഓണറിൻ്റെ മോനൊക്കെ കരയണ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ നമ്മുടെ തൈരായിട്ടുണ്ട്, ഞാൻ അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുക. ഇതിൽ ഭയങ്കര നോയ്സും കാര്യങ്ങളും ഉണ്ടാവും, കാരണം അവിടെ അർജൻറ്റീനൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നെയ്മർ ഫാൻ ഒരാളുണ്ടായിരുന്നു, റൊണാൾഡോ ഫാനും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഔട്ടായി. പിന്നെ ഇപ്പോൾ ഇനി അർജൻറ്റീനയല്ലേ, അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാളും. ഒന്നാമത് 9:30 കളി എന്നും പറഞ്ഞിട്ടാണ് രണ്ടാളല്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പണ്ട് മുതലേ ഇതിനെക്കുറിച്ച് വലിയ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് പിന്നെയും കുറച്ചെങ്കിലും ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഫുട്ബോളിൻ്റെയൊക്കെ കുറച്ചെങ്കിലും അറിയുന്നുണ്ട് എന്ന് പറയും. സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യണോണ്ടായിരിക്കാം മേ ബി. എന്തായാലും അപ്പോൾ ഞാനിതാ ചായ ഉണ്ടാക്കി. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. നമ്മൾ 1-2 ദിവസം വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ, അതിന് ശേഷം ഇന്നലെ ഒരു വ്ളോഗ് ഇട്ടു. അത്യാവശ്യം ലെങ്തി വ്ളോഗാണ്, അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചായ റെഡിയാക്കി. ഇനി ചായ എല്ലാം കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഇടിയപ്പം ബാക്കിയുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ലഞ്ച് ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതായപ്പം വേഗം അതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടോ. ഇന്ന് ഞാൻ ചായയും ഇതും രണ്ടും ഇതിലാക്കി. പിന്നെ തട്ടിക്കൂട്ട് സംഭവം ഞാൻ സ്റ്റൗവിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ. 11-ാം തീയതിയേ ഉള്ളൂ ഗ്യാസ് കിട്ടുള്ളൂ. ഇതിപ്പോൾ 7-ാം തീയതി ആയിട്ടേ ഉള്ളൂ. 8, 9, 10, 11 11-ന് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 7-ാം തീയതി ആയിട്ടുള്ളൂ. 11, 12, 13 ഒക്കെ ആവും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും 4-5 ദിവസം കൂടി ഞാൻ എങ്ങനെ പിടിച്ച് നിൽക്കുന്നു എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നാളെ പിന്നെ എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ പുറത്തുനിന്നായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഉമ്മ പിന്നെ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു എന്നോട്, ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കറി ഇന്ന് നാളെ രാവിലേക്കും കൂടി ചേർത്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ തുറന്ന് നമ്മൾ ഐറ്റംസൊക്കെ എടുത്തിട്ട് വന്ന് ഞാനിതാ ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. വലിയുള്ളിയും തക്കാളിയും ക്യാരറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ നമ്മുടെ തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ടാക്കുന്നത്, ലഞ്ച് ബോക്സ് റെസിപ്പി. പിന്നെ ലഞ്ചിന് റൈസ് കഴിക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ വെജിറ്റബിളും എല്ലാം കഴിച്ച ശേഷം ഞാൻ ഒരു കയ്യിൽ ചോറെടുക്കും. ഫസ്റ്റ് തന്നെ ചോറ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാതി വയറ് ഫില്ലായ ശേഷം മാത്രമേ ചോറെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം തുടങ്ങാം അല്ലേ. ഞാനിവിടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വലിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ ഈ ചട്ടിയിൽ ഞാൻ എണ്ണ കൊണ്ട് നന്നായിട്ട് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്യും കേട്ടോ. ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കും, അപ്പോൾ നല്ല കളറാണ്, ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ചന മസാല, ചിക്കൻ മസാല, മുളക് പൊടി ഓരോ സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്നും ആയ ശേഷം നമുക്കൊന്ന് സ്ക്രാമ്പിൾ പരുവത്തിലാക്കിയെടുക്കാം. ഒരേ ഒരു സ്പൂണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു സ്പൂൺ മതി കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പുളി ഫീൽ ചെയ്യും. അതിന് പകരം ഇച്ചിരി ലെമൺ സ്ക്യൂസ് ചെയ്താലും മതി. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയില കൊത്തിയരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ പകുതി മസാല ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി പകുതി ഇതുപോലെ ചട്ടിയിലൊന്ന് വെക്കുന്നുണ്ട്. സിമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഇവിടെ പിച്ചി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പകുതി ഇടിയപ്പം ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് മല്ലിയില ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാല വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഇടിയപ്പം കൂടി ആക്കി കൊടുത്തിട്ട് വീണ്ടും ക്യാരറ്റും ഇതും കൂടെ ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറാൻ വേണ്ടി വെക്കുക. അപ്പോൾ വെന്തോടയോ എന്നാൽ ചൂടാവോ അതിൻ്റെ സ്മെല്ലൊക്കെ അതിലോട്ട് നല്ലപോലെ പിടിക്കും കേട്ടോ. അപ്പോൾ സംഗതി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചന മസാലയും ചിക്കൻ മസാലയും കൂടി ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഞാനിങ്ങനെ പല മസാലകളും ചേർത്തി പുതിയൊരു മസാല ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ലഞ്ച് ബോക്സാണ്. ഇതിലേക്ക് കറികളായിട്ടൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഇതൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അവനക്ക് കഴിക്കാനും കൊടുത്തിട്ടുണ്ട്. അവന് കഴിച്ചു കേട്ടോ, ഇഷ്ടമായി.
ആൾക്ക്. അപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. കുറേ നമുക്ക് കമൻസ് വന്നിട്ടുണ്ട്, എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ വായിക്കാം. അപ്പോൾ എന്തും നമ്മൾ കൊടുക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ പോയ തടിയൊക്കെ തിരിച്ചു വരുമോയെന്ന് അറിയില്ല. ഇതന്നെ കഴിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ കഴിക്കണ കാണുമ്പോൾ വിചാരിക്കും ഞാൻ നന്നായിട്ട് കഴിക്കും എന്നുള്ളത്. പക്ഷേ ഇതാ ഈ 2 സ്പൂൺ മഴന്നും ഇപ്പുണ്ടായിരുന്നു മഴ തുടങ്ങിയത് അങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ലേ അയാൾ കരയുന്നു. ഇപ്പോ നീ എന്താ പറഞ്ഞില്ലേ? നീ ഓടി ഓടി സമ്പാദിച്ചു മഴ പെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോർച്ചുഗലാണെങ്കിലും ബ്രസീലാണെങ്കിലും ഒക്കെ പോയപ്പോൾ അവർ കരയണ കണ്ടപ്പോൾ എനിക്കും നല്ല സങ്കടമൊക്കെ വന്നതാണ്. പിന്നെ ശരി, പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. അവൻ്റെ കഴിക്കലും ഒക്കെ കഴിഞ്ഞു, സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. പിന്നെ ഇതിലൊന്നും എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. രാവിലെ അവൻ എണീച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്ത് നമ്മൾ പ്രഷർ ചെയ്യേണ്ട ആവശ്യം അതെടുക്ക് ഇതെടുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. റിഹാനാണെങ്കിൽ കുറച്ച് നേരം ഓപ്പോസിറ്റാണ്. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് ദേഷ്യം വരുമെന്നാവും. അപ്പോൾ എന്തായാലും ഞാൻ എഗ്ഗ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും വിനീഗറും ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വേഗം കഴുകി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ലഞ്ചിന് നോൺ വെജ് ഒന്നുമില്ല, പരിപ്പിച്ചാറ് വെക്കണം. അതുപോലെ കൊത്തവര ഉണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ അത് ഉപ്പേരി വെക്കണം. പിന്നെ നമ്മൾ സാലഡും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ സാലഡ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അരി ഉഴുന്നും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് ആട്ടിയെടുക്കും വേണം കേട്ടോ. നോർമലായിട്ട് റൈസ് അരിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇപ്രാവശ്യം. കാരണം എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണമായിരുന്നു. പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവുള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. എന്നാലും 3 ദിവസമൊക്കെ നമുക്ക് എത്തുന്നുണ്ട് കേട്ടോ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവിടെയും ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഹായ് ജീനി ഇന്നലെ മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹായ് ജീനി സുന്ദരി ആയിട്ടുണ്ട്, നല്ലോണം മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ വെയിറ്റ് ഉണ്ടോ, ഫാറ്റ് ലോസ് ഉണ്ടാവുമായിരിക്കും. ഞാനിപ്പോഴും 68 കിലോ ഉണ്ട്. പക്ഷെ പണ്ടത്തെ എന്നെ അപേക്ഷിച്ച് ഞാൻ 86 കിലോ ഉണ്ടായിരുന്ന ആൾ 68 എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. അങ്ങനെ വെച്ചല്ലോ, വേഗം വരണം കേട്ടോ. എന്തായി അതിനെ ട്യൂഷൻ പോകുമ്പോഴത്തേന് എത്തണം എന്ന് പറ്റൂലേ? എന്താ സമയം എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ട്യൂഷൻ പോകുമ്പോഴത്തേന് ഇവിടെ എത്തണം. ഇന്നൊരു ദിവസം ഉണ്ടാവുള്ളൂ. സാറിനോട് നീ പറ, വൈകുന്നേരം വെക്കണ്ട, രാവിലെ. എന്തിങ്ങനെ ആണ്ടിടേ കാല്? ശരി, പക്ഷെ ഇല്ലെങ്കിൽ വേഗം എത്തണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ അവനെ കുറച്ച് നേരം വരട്ടി അവൻ പോയിട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് ലോസിൻ്റെ ആണ് അല്ലേ പറഞ്ഞ് നിർത്തിയത്. ഞാൻ ഇടയിൽ കൂടെ വോയിസ് ഇങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എഗ്ഗ് ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് ഏറ്റ ഒരാളാണ്.
അത് അപ്പോഴൊന്നും എനിക്ക് തോന്നിയിട്ടില്ല തടി കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല തടി കുറയ്ക്കാൻ പറ്റും എന്നുള്ളതും എന്താ പറയുക എങ്ങനെയാണ് കുറയ്ക്കുക ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു ഒരു കുന്തം അറിയാത്ത ആളായിരുന്നു കേട്ടോ ഞാൻ. പിന്നീടാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമൊക്കെ റെസിപ്പി മാത്രമാണ് കാണിച്ചിട്ട് വീഡിയോ ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് എന്നെ കാണിക്കണം തോന്നി, ഫേസ് കാണിക്കണമൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് എൻ്റെ ബോഡി ഇത്രയും തടിയിൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ കേൾക്കുന്ന കുറേ കമൻസും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പം എനിക്ക് ശരി കുറച്ച് കളയാം, അതിലുപരി എൻ്റെ ആരോഗ്യം എന്നുള്ളൊരു കാര്യം എനിക്ക് അപ്പോഴാണ് ഇങ്ങനെ കുറേ ചിന്താഗതികളൊക്കെ വന്നത്. തടി കുറയ്ക്കണം എന്നുള്ളത്, ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, ഡ്രസ്സുകൾ നല്ല രീതിയിൽ ഇടാൻ പറ്റും, അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഏറ്റവും ഉപരി നമ്മൾ ഫിറ്റായിരിക്കുക, തടി എന്നതിനേക്കാളും നമ്മൾ ബോഡി ഫിറ്റായിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് അസുഖങ്ങളില്ലാതിരിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ബേസിലാണ് കുറേശ്ശെ ആയിട്ട് കുറയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 20 കിലോ ആണ് കുറഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടിയതിന് അത് ഒരുപാട് വർഷങ്ങളെടുത്ത് കുറച്ചതാണ് കേട്ടോ. ചിലപ്പോൾ വീണ്ടും കൂടും, പിന്നെ വീണ്ടും ഞാൻ എഫേർട്ട് എടുക്കും, പിന്നെയും കുറയും. പക്ഷേ നിലനിന്നത് ഈ കുറച്ച് കാലങ്ങളായിട്ടാണ്. അതായത് മറ്റേത് ഞാൻ കുറച്ചു 2 മാസം കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ വീണ്ടും കൂടും, പിന്നെയും ഞാൻ കുറയ്ക്കും, ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഞാൻ പഴയതുപോലെ കൂടിയിട്ടുണ്ട്, പക്ഷെ പഴയതുപോലെ കൂടാറില്ലായിരുന്നു കേട്ടോ. എനിക്ക് സ്വന്തം ഒരു കൺട്രോൾ വന്നതുകൊണ്ടും ഞാൻ എൻ്റെ ബോഡി ലവ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി അത്. അപ്പോൾ എന്തായാലും ഞാൻ ചായ ഉണ്ടാക്കി എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പാലും മാവൊക്കെ ഫ്രിഡ്ജിലൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്കിതിലെന്താണ് കമൻറ്റ് വന്നിട്ടുള്ളത്, മെലിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനല്ല, സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ റംല ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, താത്തയാണോ ഉമ്മയാണോ എന്നൊന്നും അറിയില്ല, അനിയത്തിയാണോ എന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ആ കമൻറ്റ് മനസ്സിലായില്ല കേട്ടോ. പിന്നെ എഗ്ഗ് ഇടിയപ്പം അടിയിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറഞ്ഞത് കേട്ടില്ലേ? അയ്യോ ഞാൻ മറന്നുപോയി മുത്തേ. പിന്നെ സൂപ്പർ വീഡിയോ ജിനി. ഓക്കെ ജിനി, ബിക്കം ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവിടെ പെരും മഴയാണ് ജിനി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് കുറച്ചധികം മഴ പെയ്തു, പിന്നെയും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്ര മണിക്കൂർ വേണം കഹാനിയിൽ ചെല്ലാൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ബസ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് 1 മണിക്കൂർ ഒക്കെ മതിയാവും കേട്ടോ. നമുക്ക് 1.5 മണിക്കൂർ കഷ്ടിച്ച് മതിയാവും കേട്ടോ. പിന്നെ എന്താണ്, കപ്പിൽ ചായ ആർക്കാണ്? ഗ്രീൻ കപ്പിൽ ചായ ഉപ്പാക്കാണ് കേട്ടോ. ഉപ്പാക്ക് ചെറിയ കപ്പിൽ ചായ കൊടുക്കുമ്പോൾ ഉപ്പാൻ്റെ കൈ ഇങ്ങനെ ഷെയ്ക്കാവും, അപ്പോൾ മേലെ ചിന്തുവെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ കപ്പിൽ. വലിയ കപ്പാവുമ്പോൾ ടെൻഷനില്ലല്ലോ ചായ കുടിക്കുമ്പോൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നാട്ടിൽ മഴയുണ്ടോ? വയനാട് മണ്ണിടിച്ചിൽ ഞാൻ കണ്ടു കേട്ടോ, വീഡിയോസിൽ കണ്ടു. പിന്നെ ക്ലീനിങ് ചെയ്യാൻ എടുക്കുന്ന തുണികൾ എങ്ങനെ കഴുകി എടുക്കാറ്? കല്ലിൽ അലക്കാറില്ലേ ജിനി? അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടേബിളും അവിടെ ഇവിടെയൊക്കെ തുടക്കാൻ യൂസ് ചെയ്യുന്ന തുണികളല്ലേ? അത് ജസ്റ്റ് നമ്മൾ പിഴിഞ്ഞെടുക്കും, പക്ഷെ കുറേ അഴുക്കായി കഴിഞ്ഞാൽ ഞാൻ കളയാറാണ്. ഞാനത് വീണ്ടും അലക്കി റീയൂസ് ചെയ്യാറില്ല. പിന്നെ ചേച്ചിമാർ ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അവർ യൂസ് ചെയ്തതൊക്കെ അലക്കി അവിടെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അത് നമുക്ക് ഫ്രഷാണ് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ കത്തിച്ച് കളയാറാണ്. അല്ലെങ്കിൽ പിന്നെ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുമ്പോൾ അതിൽ ഇടും. അല്ലാണ്ട് ഞാനത് വീണ്ടും യൂസ് ചെയ്യാറില്ല. കാരണം കുട്ടികളുടെയൊക്കെ ബനിയനും കാര്യങ്ങളൊക്കെ ചെറുതും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാനത് ഉപയോഗിക്കാറില്ല കേട്ടോ. എടുത്തു വയ്ക്കാറോ തിരുമ്പാറോ ഒന്നുമില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ചവിട്ടിയാണെങ്കിലും ഇതാണെങ്കിലൊക്കെ വേറെ മെഷീനിൽ തന്നെ വേറെ വാഷ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്കൊരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ ഇടാണ്ടിരുന്നാൽ മതിയല്ലേ, അത് മാത്രമായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഡ്രസ്സിൽ കൈ തുടക്കും, എത്ര വഴക്ക് കേട്ടാലും മറന്നു പോകും ടവലിൽ തുടയ്ക്കുക എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ശീലം മാറിയതായിരുന്നു, എന്താണെന്നറിയില്ല. 2-3 ദിവസമായിട്ട് പിന്നെയും അത് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട്. അരിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പെടുത്ത് അത് വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ രാവിലെ അരച്ച നമ്മുടെ തേങ്ങയും
അല്ല, ഉള്ളിയും മുളകും ചമ്മന്തി ഉണ്ടാവൂലേ, ഞാൻ അത് അതിലോട്ട് ഇട്ട് കൊടുക്കും. കാരണം നമ്മൾ പരിപ്പ് വേവിക്കാൻ ഓൾറെഡി വലിയ ഉള്ളിയും എന്താ പറയുക പച്ചമുളകും ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ആ ചമ്മന്തിനെ അങ്ങനെ ഇട്ട് കൊടുക്കും. ഞാൻ ചമ്മന്തികളൊന്നും കളയാറോ വേസ്റ്റ് ആക്കാറോ ഒന്നുമില്ല. കറികളൊക്കെ വെക്കുമ്പോൾ അതിലിടും കേട്ടോ. അങ്ങനെ കുമ്പളങ്ങയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ മുറിച്ച് എടുക്കുന്നുണ്ട്. 1 കിലോ കുമ്പളങ്ങ ഉണ്ട്, നല്ല കല്ല് കുമ്പളങ്ങയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മോര് കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നന്നായിട്ടുണ്ട് ജോലി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഇപ്പോൾ എത്ര വെയിറ്റ് ആയി ജീനി? ലാസ്റ്റ് ടൈം നോക്കുമ്പോൾ 68 കേട്ടോ. നല്ലതായിട്ടുണ്ട്. പിന്നെ കുറേ ഹാർട്ടും അങ്ങനെ പല പല കമൻസ് നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാറ്റിനും താങ്ക്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യണതിനും ഒക്കെ. നമ്മുടെ വീഡിയോസ് കണ്ടതാണെങ്കിലും കണ്ട റൊട്ടീനാണെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതിൽ ചേഞ്ച് ആവുന്നത് നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പരിപ്പിച്ചാറ് വെക്കാൻ വേണ്ടിയിട്ട് അതിലോട്ടുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾ, മുളക്, മല്ലി ഒക്കെ ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് അത് വെന്ത ശേഷം പരിപ്പും ചേർത്തി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച തേങ്ങയും കൂടെ ചേർത്തിയെടുക്കുക. പിന്നെ ഉപ്പും ചേർത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കടുക് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റ് കേട്ടോ. അപ്പുറത്ത് ഞാൻ നമ്മുടെ അവരൊക്കെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ചോപ്പറിലിട്ടാൽ ശരിയാവില്ല കേട്ടോ, ഒരു ഷേപ്പ് ഇല്ലാണ്ടാണ് കിട്ടുക. അതുകൊണ്ട് ഞാൻ ഈ ഐറ്റംസൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാറാണ്. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ താളിച്ചിട്ടില്ല കേട്ടോ, എണ്ണ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങ ഇട്ട് കൊടുക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഞാൻ കോൾ ഇതാ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സ്പീക്കറിൽ അവിടെ ഓണാക്കി വെച്ചു കേട്ടോ. അരി ഇതൊക്കെ കഴുകിയെടുക്കുകയാണ്. താത്ത വിളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മുടെ ചോറ് വെച്ചു. ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എന്ന് ഇവിടെ നന്നായിട്ട് ചിരവി എടുക്കുകയാണ്. ഇനി അതും കൂടി ആഡ് ചെയ്യുക. തൈറോയിഡ് പേഷ്യൻസ് എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യണത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി ഉപ്പേരിയും സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അരി ഇവിടെ അരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് എടുക്കാം. ഞാൻ ഇതുപോലെ ആണ് എടുക്കുക. അങ്ങനെ കൈവച്ച് കോരി എടുക്കും. പക്ഷേ ഇതിൽ അത്ര ഗ്യാപ്പില്ല. അവിടെ ഗോളടിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു കേട്ടോ. അതാണ് ഓ എന്നൊക്കെ പറഞ്ഞ് കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നല്ലാണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി ബാറ്റർ റെഡി. ഒരു 3-4 ദിവസത്തിനൊക്കെ നമുക്കിതാകും. പിന്നെ ഇതാവുമ്പോൾ എന്താ പറഞ്ഞാൽ ഈസി കുക്കിൽ കറക്റ്റ് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 റെസിപ്പിയും കൂടി ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഗരം മസാല, പിന്നെ 1 സ്പൂൺ തന്തൂരി മസാല എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ചിക്കൻ മസാല, ഉപ്പ് ആഡ് ചെയ്ത്, വെളിച്ചെണ്ണ ആഡ് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചിക്കൻ്റെ ലെഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ മസാല ഉള്ളിലോട്ട് പിടിക്കും. ഞാൻ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ ഓരോ ലെഗും ഇതുപോലെ വരഞ്ഞത് ചേർത്തി കൊടുത്തിട്ടുണ്ട്, അല്ലാത്ത പീസസും എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മസാല ആക്കി വെച്ചിട്ട് നമുക്കിത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അല്ല നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെയാണ് കേട്ടോ. അപ്പോൾ ഡയറ്റിങ് തുടങ്ങിയിട്ടല്ല ഈ ഒരു സംഭവം ഉള്ളത്. ഇനി കംപ്ലീറ്റ് എണ്ണ അങ്ങനെ മാക്സിമം ഒഴിവാക്കണം എന്നുണ്ട്. ആഴ്ചയിൽ 1 ദിവസമൊക്കെ പറ്റും, അല്ലാത്ത ദിവസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാമെന്നൊക്കെ മൈൻഡിലുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട സാധനങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, വലിയുള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലോട്ട് നമുക്ക് മഞ്ഞൾ, മല്ലി, പിന്നെ അതുപോലെ ഗരം മസാല മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കുരുമുളക് പൊടി കേട്ടോ. ഇതിൻ്റെ മസാലേൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലോട്ട് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ഇതിന്ന് വെള്ളം വരുന്ന വരെ ഒന്ന്
എന്താ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങേൻ്റെ 2ാം പാൽ ഒഴിച്ചിട്ട് അതിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഇറക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് ഇറക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1ാം പാലും കസൂരി മേത്തി മല്ലിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സംഗതി സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.